ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ന് 1/5 ഉച്ചയ്ക്ക് 1/5 തിയേറ്ററിലായിരുന്നു. നമ്മൾ തിയേറ്ററിലായിരുന്നു. ഞാൻ കരുതി ഇത് റിലീസ് ചെയ്തത് തിയേറ്ററിൽ. എന്തായാലും ഞങ്ങൾ തിയേറ്ററിലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ നമുക്ക് എന്തായാലും റിയാക്ഷൻ ചെയ്യാനുള്ള സമയമായി. ഇച്ചിരി പച്ചവെള്ളമെങ്കിലും തരുമോ? തൊണ്ടയൊക്കെ വറ്റിയിട്ടുണ്ട്. എപ്പോൾ തുടങ്ങിയ വീഡിയോ എടുക്കലാന്നറിയോ? ഇച്ചിരി വെള്ളം തന്നിട്ട് എടാ ഇച്ചിരി വെള്ളം കുടിക്കും, എന്നിട്ട് നമുക്ക് അതൊന്നുമില്ല, പെട്ടെന്ന് നിന്ന് എൻ്റെ കർത്താവ് ഇത് എവിടെ പോയി നിൽക്കുവോ? ഇവനെന്ത് ചങ്കാണ്. എൻ്റെ കാര്യം ചിന്തിച്ച് നോക്കി. ഷൂട്ട് ചെയ്യണം, കൊണ്ടുപോയി എഡിറ്റ് ചെയ്യണം, വർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് വീണ്ടും വന്ന് ഷൂട്ട് ചെയ്യണം. അതൊക്കെ ചെയ്യേണ്ടി വരും. അല്ലേ ചെയ്യണ്ട? അല്ല, ഞാൻ വെള്ളം കുടിച്ചോന്ന് ചോദിക്കുക, അതില്ല. നീ നല്ല ബിരിയാണി ഉണ്ടെന്ന് ഞാൻ കണ്ടാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്നോട് വെള്ളം കുടിച്ചോന്ന് ചോദിച്ചു. ഞാൻ എന്നോട് ചോദിച്ചല്ലോ ബിരിയാണി. കണ്ടന്റ് മാറിപ്പോയി. ബിരിയാണിയിലേക്ക് പോയാൽ അങ്ങ് അതിന്റെ റിവ്യൂയിലേക്ക് പോകും. ബിരിയാണിയിലേക്ക് പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ പോസ്റ്റർ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 5 സിനിമ റിലീസിനെത്തും. അപ്പൊ സെപ്റ്റംബർ 5 വേണ്ടിട്ട് ഇനി കാത്തിരിക്കാം. പൊളിച്ച് സെപ്റ്റംബർ 5. എന്താടാ അല്ല, എണ്ണിയൊക്കെ എത്ര മാസം മുന്നിലോട്ടുണ്ടെന്നുള്ളത്, എത്ര മാസം മുന്നിലോട്ടുണ്ടെന്നുള്ളത് നോക്കണം. ഓക്കെ, ആ ത്രില്ലേ സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം കങ്കുവേ ക്ലാഷ് വരും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു 1.5 ക്ലാഷ് ആയിരിക്കും കേട്ടോ. വരുമെന്ന് അറിയില്ല കേട്ടോ, നോക്കാം നമുക്ക്. അതെ, എന്താണെങ്കിലും ഇതിലേക്ക് വരാം. ആളുടെ ലുക്ക് എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നു. താടിയിൽ എന്തൊക്കെയോ ഒരു വെപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വെപ്പ് താടി പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ഇനി ഒറിജിനൽ ആണോ അതോ ഇനി സോൾട്ട് ആൻഡ് പെപ്പർ ആക്കിയപ്പോ അല്ലെങ്കിൽ ആ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഇത് വന്നപ്പോ നമുക്ക് തോന്നുന്നതാണെന്നും അറിയില്ല. എഫക്റ്റില് അങ്ങനെ തോന്നുന്നതാണെന്ന് അറിഞ്ഞു. പിന്നെ ആളുടെ മുകളിലെ ചുണ്ട് ഇല്ലാത്ത ഫീല്, അതായത് ഇങ്ങനെ കടിച്ചു, അതായത് മീശ മൊത്തം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി പോസിറ്റീവ് മാത്രം പറയാം. ഇത് രണ്ടും ഞങ്ങൾക്ക് ഇതായി ഫീൽ ചെയ്തു. ലുക്ക് സൂപ്പർ ലുക്ക് തന്നെയാണ്. പിന്നെ ഇതുവരെ പോസ്റ്ററിൽ മോശമില്ലാത്തൊരു പോസ്റ്റർ എന്നുള്ള രീതിയിൽ പറയാം ഇതുവരെ വന്നതിൽ. പിന്നെ ആളുടെ ദേഹത്തൂടെ സീൽ വെച്ചിട്ടുണ്ടോ? ടാറ്റു അടിച്ചോ അല്ലെ? മൊത്തത്തിൽ ചുവപ്പും കറുപ്പൊക്കെ ഉണ്ട്. അതായത് ഒരു പാസ്പോർട്ടിന്റെ പേജാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ എൻട്രി ആവുന്നതിന്റെ സീൽ അടിക്കുന്ന ആ സാധനം ആണെന്ന് തോന്നുന്നു. അപ്പോൾ വിദേശയാത്ര എപ്പോഴും പറന്ന് നടക്കായിരിക്കും, ആള് ഫുൾ പറന്ന് നടക്കായിരിക്കും. സംഭവം എന്തായാലും ഇവരുടെ ടൈം ട്രാവൽ മൂവി ആണെങ്കിലേ അതിനെന്തിനാ പാസ്പോർട്ട് വെച്ചില്ലേ? അതും ശരിയാണല്ലോ, പാസ്പോർട്ട് വേണോ? പാസ്പോർട്ട് വേണം. അപ്പം ടൈം ട്രാവൽ ആയിരിക്കില്ല ചിലപ്പോ. ഇതൊക്കെ നമ്മള് പടച്ചുവിട്ട സാധനങ്ങളല്ലേ? അതാണ് നമ്മൾ ആ ഒരു ആശങ്കയിൽ പങ്കുവെക്കാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവശ്യം ഇല്ലല്ലോ. അപ്പോ ഇത് ടൈം ട്രാവൽ മൂവി അല്ലല്ലോ, ആകാൻ സാധ്യത ഇല്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചു പോവാൻ പറ്റുമോ എന്ന് കൂടി ചോദിക്കുന്നത്. തിരിച്ചുപിടിക്കട്ടെ, അറ്റാക്ക് ചെയ്യുന്നല്ലേ? അപ്പോ നമുക്ക് തിരിച്ചു പിടിച്ചിട്ടുള്ള റിവ്യൂ ചെയ്യാം. സെപ്റ്റംബർ 5 സിനിമ റിലീസാവുന്നു എന്നുള്ളത് ഇവർ കൊടുത്തിരിക്കുന്നത് കുറേ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ആകാശത്താണ്. ഓക്കെ, ഈ ബിൽഡിംഗ് ഒക്കെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോടാ? ഏതത് സ്ഥലം? ചില ബിൽഡിംഗ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഞാൻ പോയ രാജ്യങ്ങളിലൊന്നും ഞാനിത് കണ്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഇല്ല. അന്ന് പാസ്പോർട്ടിൽ വല്ലതും കുത്തിയായിരുന്നോ? എക്സിറ്റ് ആണോ? അതോ ഞാൻ പോകുന്നത് പോലെ തന്നെയാണ് എന്റെ പോക്കും? സ്വപ്നങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കാണാതായതല്ലേ? അത് ശരിയാ. എവിടെയോ ഒരു സ്ഥലം, അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജിന് മുകളിൽ ഒരു വലിയ സ്ഫോടനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തീയും പുകയൊക്കെ കാണുന്നുണ്ട്. സംഭവം എന്തായാലും സെപ്റ്റംബർ 5 ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് അവരുടെ കൺസെപ്റ്റ്. അതായത് സെപ്റ്റംബർ 5 വേൾഡ് വൈഡ് റിലീസാണ്. അന്ന് ഇതേപോലെ ആയിരിക്കും അവസ്ഥ. അന്ന് അങ്ങ് തീയാവുന്നാണ്, തീ. അതാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവായിട്ടും ചിന്തിക്കും ചിലര്, ബോംബാവോ അങ്ങനെ ആ രീതിയില്. സെപ്റ്റംബർ 5 ഒരു ബോംബ് ഉണ്ട്. അതല്ല കേട്ടോ, അത് വേറെ രീതിയിൽ. അതായത് ഹേറ്റേഴ്സിന് വേണമെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കാം. അതല്ല ഉദ്ദേശിച്ചത്. നീ എന്തിനീ ഹേറ്റേഴ്സിന് വളച്ചൊടിക്കാനുള്ള സാധനം കൊടുക്കണത്? അല്ല, നമ്മൾ അവരെ കൂടിയും പരിഗണിക്കും. ഞാൻ ഹേറ്റേഴ്സിന്റെ കൂടിയും രണ്ടു വഴിക്കും നമ്മൾ സഞ്ചരിക്കും. നമ്മൾ രണ്ടുപേരെ ആൾക്കാരാണ്. എന്തായാലും കൊള്ളാവുന്ന ഒരു പോസ്റ്റർ. സംഭവം ബഹുലം എന്ന് പറയാനുമില്ല.
നോർമൽ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നുമില്ല. അതെ. ഒരു പക്ക ഇതുവരെ വന്നതില് ഗോട്ടിന്റെ ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ലൊരു പോസ്റ്ററാണ്. അതെ, മോശമില്ലാത്തൊരു പോസ്റ്റർ. സെപ്റ്റംബർ 5 സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഫാക്ടർ. പിന്നെ ആളുടെ ഫേസിന്റെ ലുക്കും ലുക്കും അത് രണ്ടുമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും വരട്ടെ. എന്തായാലും ദളപതി വിജയ് നേരെ പോയി മുഖമൊക്കെ കഴുകി കളയൂ അല്ലേ, കുറെ റെഡ് മാർക്കൊക്കെ ഉണ്ട് മുഖത്ത്, കഴുകി കളയൂ. എന്താണെങ്കിലും ആള് കുറച്ച് ടെററാണ്. ഇപ്പൊ റഷ്യയിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാലൻസ് ലാസ്റ്റ് ഷെഡ്യൂൾ അല്ലേ? ഫൈനൽ ഷെഡ്യൂൾ ആണ്. ഇതോടെ പാക്കപ്പ് ആവും. അങ്ങ് കേരളത്തിൽ വരെയുണ്ട്. നമ്മുടെ കേരളം എവിടെയും കാണുന്നുണ്ടല്ലോ? അവിടെ ഒന്നും കാണാനില്ല, കാണാനും ചാൻസ് ഇല്ല. അതിന്റെ അപ്പുറത്താ കേരളം. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് കിട്ടിയാലും അത് മതി. ഒരു ലക്ഷ്യം, അതായത് നമ്മൾ എന്ത് സാധനത്തിലേക്കാണെങ്കിലും അല്ലെ എന്ത് കാര്യത്തിലേക്കാണെങ്കിലും നമ്മുടെ മുന്നിലൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കറിയാം ആ ഇന്ന ഡേറ്റിലേക്കാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമയുടെ റിലീസിന്റെ ഡേറ്റ് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. നീണ്ടു പോകുമ്പോ വലിയ സന്തോഷമൊന്നുമില്ല, കുറച്ച് അടുത്ത് പോകുമ്പോ കരച്ചിൽ കൂടും. അതാ ആടല്ലേ, എന്നെ പിടിച്ചോ, അതെ ഞാന് പെട്ടെന്ന് പോവാ, ഇല്ലെങ്കില് നിങ്ങള് ചളി കേട്ടു ചത്തോ, ചളി കേട്ട് ചത്തോ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ജീവൻ ഉണ്ടെങ്കിൽ വരാം. ഇനി എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇനി ഉടലോടെ അങ്ങോട്ട് പോവില്ലോ. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ. ചോദിച്ചോക്കണോ? ഒന്ന് ചോദിക്കുന്ന നല്ലതായിരിക്കും.